സമാധാനമൊക്കെ തേടി പോകുന്ന ഒരാളാണോ ലൈഫിൽ പ്രമോദേട്ടൻ? പിന്നെ രാവിലെ പോലെ തന്നെ പറഞ്ഞത് സമാധാനം നോക്കി പോയി ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കൂടി അമ്പലപ്പുഴ ചെന്നൊരു പെണ്ണിനെ കെട്ടിച്ചെന്നോടുകൂടി എൻ്റെ സമാധാനം കേട്ടു. അതാണ് എൻ്റെ സമാധാന പുസ്തകം. ഈ എഴുത്തുകൊടുപ്പൊക്കെയാണ് നമ്മുടെ അന്നത്തെ മെയിൻ പരിപാടി. സമാധാനം തിരക്കി പോകുമ്പോൾ കാലത്തി പെട്ടിക്കകത്തൊന്നുമില്ല നിലത്തിട്ട് അടിച്ച് ആ ശബ്ദം കേൾക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെടുത്തിട്ട് അതിനകത്തോട്ട് എഴുത്ത് മടക്കി വെച്ചിട്ട് ഇട്ട് എന്നിട്ട് തൊട്ട് അടിച്ചു നോക്കും വരുന്ന പെണ്ണ്. അതിൻ്റെ കിഴക്ക് എല്ലാം ഉണ്ട്, അതിനകത്ത് എഴുത്തുണ്ട്. അങ്ങനെ ഇതൊക്കെ വീട്ടിൽ പിടിച്ച എല്ലാം പിടിച്ച. നമ്മൾ അന്നത്തെ കാലത്താണെങ്കിൽ എനിക്കൊന്ന് പെൺകുട്ടികളൊക്കെ ഇതിന് കുറച്ച് പുറകോട്ടായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത് തന്നെ, ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ചേച്ചിയുടെ കാലത്തൊക്കെ അത് ഓഫ്കോഴ്സ് കാണും. പക്ഷെ എനിക്കൊന്നും ചേട്ടനെ പൊക്കിയത് കട്ടിലിന്റെ അടിയില് ഇതിന് കവർ ഇടും, നമ്മൾ തയ്ച്ചിടും കവറ്, ഈ മെത്തക്ക് തയ്ച്ചിടും കവർ. ഇതിനകത്ത് ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് എടുത്ത സമയത്ത് ബുക്ക്, മറ്റേ കഷ്ണങ്ങൾ, പേപ്പറുകൾ, കുറേ സാധനം അങ്ങനെ പൊക്കി. എനിക്കൊരു പ്രശ്നം വെച്ചാലേ ഈ എപ്പിസോഡ് കഴിയുമ്പോ എന്റെ ചേട്ടൻ ഞാൻ വായിച്ചു, എന്നെ നോക്കൂ, ഇതൊക്കെ വായിച്ചാണോ നടക്കുന്നത്? അതെ, അങ്ങനെ. അപ്പൊ ചേട്ടൻ ഇറങ്ങുന്നത് എന്നായിട്ടാ ഇറങ്ങി? പോസ്റ്റ് കേസിനകത്തായിരുന്നു പുള്ളി. അങ്ങനെയുള്ളവന്മാരാ നമ്മളെ ഇതാക്കുന്നത്. എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞത്, ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് ചേച്ചി ഇഷ്ടമായിരുന്നു. ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം ഈ ക്യാരക്ടറാണ്. അമരം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഹിറ്റായിരിക്കുന്ന സമയം നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നത് അന്നത്തെ വലിയ കൂട്ടുകാരന്മാരിലായിരിക്കുന്ന ഒരാൾ നോക്കി നമുക്കാണ് ഡയലോഗ് പറയുകയാണ്. ഇപ്പൊ എൻ്റെ അമ്മ ഒരിക്കൽ എങ്ങനെയാണെന്ന് അറിയുമോ? ദ്വാരപോയാണ് ഉടുത്ത മുണ്ടിലും പായിലും പറഞ്ഞില്ലേ? അതിനകത്ത് ഡയലോഗാ. ഇതൊക്കെ ഫോൺ ബുക്ക് ചെയ്യണോ, മൊബൈൽ റീചാർജ് ചെയ്യണോ, ഗ്യാസ് ബുക്ക് ചെയ്യണോ, എന്താണ് നടക്കും? ഇടവരത്തില് ആ നടക്കും തോന്നില്ല. എടാ ആരും നിന്റെ മോനല്ലടാ, നീ അവരോട് പറയടാ. അപ്പോ ബാക്കി ഇനി സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണും. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. വാട്സപ്പും ടെലഗ്രാമും ഒക്കെ വന്നതോടുകൂടി വഴിമുട്ടിപ്പോയ ഒരു വായനാ മേഖലയും അതുപോലെ തന്നെ വഴിമുട്ടിപ്പോയ കുറേ ജീവിതങ്ങളും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്നൊരു സിനിമയാണ് സമാധാന പുസ്തകം. അപ്പോൾ ഒരു സമാധാന പുസ്തകത്തിൻ്റെ ചർച്ചകളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം കൂടുന്നു ആ ഒരു കംപ്ലീറ്റ് ക്രൂ ഉണ്ട്. അപ്പോൾ കുറേ പേരുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പേരെടുത്തെടുത്ത് പറയാം. വീണ ചേച്ചി ഉണ്ട്, ജെയിംസ് ചേട്ടൻ, പ്രമോദേട്ടൻ, ഇർഫാൻ, ധനുസ് ആൻഡ് ശ്രീലക്ഷ്മി. അപ്പൊ ഇത്രയും പേരാണ് ഇന്നിൻ്റെ ഇവിടെ ഉള്ളത്. സമാധാന പുസ്തകത്തിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ചേരുന്നു. അപ്പൊ എല്ലാവർക്കും ഹായ്. രാവിലെ തൊട്ട് വളരെ സമാധാന അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ? ഈ സിനിമയിൽ സമാധാനം ഉള്ളവരൊക്കെ ആയിരിക്കുന്നു, ബാക്കിയുള്ളവരിൽ നിന്ന് സമാധാനം ഇല്ലാത്തവർ അവരുടെ വെളിയിൽ നിൽപ്പുണ്ട് ആളല്ലേ? വിളിക്കാം. ഓക്കെ. അപ്പൊ ഈ പുസ്തകത്തിന് ഈ സമാധാന പുസ്തകം എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ ഇഷ്ടത്തോടൊക്കെ സമാധാന പുസ്തകം എന്ന് പറയുമ്പോൾ അല്ല, ഞാനേ മറ്റേ കുറേ പുസ്തകങ്ങളുടെ പേരുള്ളത് കൊണ്ട് ഞാൻ ആ പുസ്തകങ്ങളുടെ എല്ലാ പേരുകളും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സമാധാന പുസ്തകം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതെ. അപ്പം ചേട്ടാ അപ്പൊ അങ്ങനെ ഈ സമാധാനമൊക്കെ തേടി പോകുന്ന ഒരാളാണോ ലൈഫില് പ്രമോദേട്ടൻ? പിന്നെ രാവിലെ പോലെ തന്നെ പറഞ്ഞത് സമാധാനം നോക്കി പോയി ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കൂടി അമ്പലപ്പുഴ ചെന്നൊരു പെണ്ണിനെ കെട്ടിച്ചെന്നോടുകൂടി എൻ്റെ സമാധാനം കേട്ടു. അതാണ് എൻ്റെ സമാധാന പുസ്തകം. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ അത്ര പ്രശ്നക്കാരായിരുന്നു നാട്ടില്ല. അപ്പൊ വീട്ടുകാർ മനസ്സിലായി ഇങ്ങനെ വിട്ട പ്രശ്നമാണ്. ഈ കുട്ടികളുടെ പ്രായത്തില് സമാധാനം ചെറുപ്പത്തിൽ പിന്നെ അവിടെ വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കെയല്ലോ, നേരം ഒന്നും പറഞ്ഞോണ്ട. അങ്ങനെ പിന്നെ വീട്ടുകാർ ഞാൻ കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും നാട്ടുകാരുടെ പ്രത്യേക ആവശ്യപ്രകാരം പല സ്ഥലത്ത് ആളെ അയച്ച് അവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു പെണ്ണിനെ കിട്ടി, അതിനെ കെട്ടി പുസ്തകമായിട്ട് ഉള്ള സമാധാനമായിട്ട് വീട്ടിൽ കഴിയുന്നു. ഈ സമാധാനം തേടി പോയിട്ട് എപ്പോഴെങ്കിലും വീട്ടുകാർ പൊക്കിയിട്ടുണ്ടോ? പൊക്കിയിട്ടേ ഉള്ളല്ലോ, അതല്ലേ വീട്ടുകാർ അറിഞ്ഞത്. ഒരു ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയൂ. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള അത് ഞാൻ വേറെ ഒരെണ്ണത്തിനകത്ത് പറഞ്ഞു, അങ്ങനെ കുഴപ്പമില്ല. എന്നാ വേറെണ്ണം പറയൂ, കുറെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഈ എഴുത്തുകൊടുപ്പൊക്കെയാണ് നമ്മുടെ അന്നത്തെ മെയിൻ പരിപാടി. സമാധാനം തിരക്കി പോകുമ്പോൾ എടുത്തു കൊടുക്കും. നിങ്ങളുടെയൊക്കെ ഇപ്പോഴല്ലേ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഞാൻ കാലി തീപ്പെട്ടിക്കകത്താ കൊടുത്തോണ്ടിരുന്നത്, അറിയോ? കാലി തീപ്പെട്ടിയില്ല, കാലിത്തീപ്പെട്ടിക്കകത്ത് ഒന്നുമില്ല നിലത്തിട്ട് അടിച്ച് ആ ശബ്ദം കേൾക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തൊന്നും ഇല്ലെങ്കിൽ കേൾക്കുക. അതെടുത്തിട്ട് അതിനകത്തോട്ട് എടുത്ത് മടക്കി വെച്ചിട്ട് ഇട്ട് എന്നിട്ട് തൊട്ട് അടിച്ചു നോക്കും വരുന്ന പെണ്ണ്. അതിന്റെ കിഴക്ക് എല്ലാം ഉണ്ട്, അതിനകത്ത് എടുത്തുണ്ട്. അതൊക്കെ വീട്ടിൽ കുപ്പിക്ക് അടപ്പുണ്ടാക്കി വെക്കുക. ഇവിടെ സാധാരണ ടോണിക്കെ കുടിക്കുന്ന കുപ്പിയിൽ അതിനെടുത്തുകൊണ്ട് അടപ്പുണ്ടാക്കിട്ട് വെച്ച് വെക്കുക. അപ്പൊ മരുന്നാന്ന് വെച്ചെടുക്കുക, അതിനകത്ത് എടുത്തായിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇതൊക്കെ വീട്ടിൽ പിടിച്ച എല്ലാം പിടിച്ച.
അത് കൊള്ളാം. അങ്ങനത്തെ തമാശകളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞേ, സമാധാന പുസ്തകം ഇഷ്ടം പോലെ മേടിച്ച് വായിക്കുകയും കാണുകയും. നമ്മൾ ഒരാൾ മേടിച്ചാൽ മതില്ലേ, ഓരോ ഇങ്ങനെ കൈമാറി അവസാനം വരുന്നതാണ് ഏറ്റവും പാട്. ഇത് 4ആയിട്ടാണ് നമ്മൾ മടക്കുന്നത്. ഈ പുസ്തകം 4ആയിട്ട് മടക്കും, ഒളിച്ചു വെക്കാനുള്ളത്. നിവർക്കുമ്പോൾ 4 കഷ്ണമായി പോകും. പിന്നെ എന്ത് പാടുപെട്ടാന്നറിയാം ഇത് വായിച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാലോ, ഇവരൊക്കെ ഭാഗ്യവാന്മാരാ. ഞങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അറിയാൻ ഞാൻ നന്നായി പോയി. ജെയിംസ് ഏട്ടാ, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? വായിച്ചിട്ടൊക്കെ ഉണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ നമുക്ക് ഇത് വലിയ കഥയുണ്ടെന്നൊക്കെയാണ് പറയണതില്ലേ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഭയങ്കരമായി കഥ പറഞ്ഞു തുടങ്ങി തുടരും വരെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ 1-2 കഷ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ള തലമുറയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ നമ്മൾക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റിയെ സഹായിച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി അത് കഴിഞ്ഞ് എന്തായാലും അപ്പുറത്ത് സംഭവിക്കും ഇപ്പുറത്ത് സംഭവിക്കുന്നു. പടങ്ങളും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. തീപ്പെട്ടി സോഡകുപ്പിയൊന്നും ഞാൻ ഉപയോഗിച്ചു. തീപ്പെട്ടി ആരും കയറത്തില്ല പെട്ടെന്ന് വഴിയിലിട്ടല്ലേ. കാലത്തീപ്പെട്ടി നമ്മൾ ഒരു തീപ്പെട്ടി വെറുതെ കിടക്കാണ്, നമ്മൾ ആദ്യം തട്ട് നോക്കും അതിനകത്ത് വല്ല ഉണ്ടോ. അപ്പൊ തട്ടുമ്പോ ശബ്ദം കേൾക്കില്ല, അവിടെ കിടന്നോളൂ. നമുക്ക് ആവശ്യമുള്ള ആളാ വരും, അവർക്കറിയാം. നമ്മൾ അവളെ ആദ്യം പഠിപ്പിച്ചു എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തില്ല. അതിന് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് തീപ്പെട്ടി ആ ബുദ്ധി മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. പിന്നെ എനിക്ക് വീണച്ചിരിയോട് ചോദിക്കാനുള്ളതേ, നമ്മൾ അന്നത്തെ കാലത്താണെങ്കിൽ എനിക്കൊന്ന് പെൺകുട്ടികളൊക്കെ ഇതിന് കുറച്ച് പുറകോട്ടായിരിക്കും. കാരണം ഞാൻ പോലും ഇത് ഇങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത് തന്നെ, ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ചേച്ചിയുടെ കാലത്തൊക്കെ അത് ഓഫ് കോഴ്സ് കാണും. പക്ഷെ എനിക്കൊന്നും ഞാൻ മാത്രമല്ല, നല്ല ചേട്ടനെ പൊക്കിയ സമയത്താണ് ഞാനിത് ഈ സംഭവം എന്താന്ന് കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ഇതൊന്നും നമുക്ക് അറിയാനോ അതിനുള്ളൊരു ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ആമ്പിള്ളേരാ കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ബുക്കുകളൊക്കെ കൊണ്ടു നടക്കുന്നത്. ചേട്ടനെ പൊക്കിയത് കട്ടിലിന്റെ അടിയില് ഈ അന്ന് നമ്മള് ഇതിന് കവർ ഇടും, നമ്മൾ തയ്ച്ചിടും കവർ, ഈ മെത്തക്ക് തയ്ച്ചിടും മെത്തക്ക് കവർ തയ്ച്ചിടും. എന്നിട്ട് ഈ ഇതിനകത്ത് ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇത് വല്ലപ്പോഴും നമ്മൾ ഈ മെത്തേഡ് ഇത് ഊരി എടുക്കുള്ളൂ. ചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കുന്നത് കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ പിറ്റേ ദിവസം അപ്രതീക്ഷയായിട്ട് അമ്മ ഇത് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. അമ്മ ഇത് എടുത്ത സമയത്ത് ബുക്ക് മറ്റേ കഷ്ണങ്ങൾ പേപ്പറുകൾ കുറേ സാധനം അങ്ങനെ പൊക്കി. അത് ഞാൻ കണ്ടു, എല്ലാം നമ്മൾ കാണും, എന്താണെന്ന് അറിയണ്ടത് നമുക്ക്. പക്ഷെ അതിന് ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടില്. അത് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല അന്ന് വീട്ടിലുണ്ടായത്. അന്നാണ് നമ്മളിത് കാണുന്നത്. പിന്നെ അതിന് ശേഷം വലുതായതിനു ശേഷം ഇപ്പോൾ നമുക്കതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മളല്ലാതെ ഈ എന്താ പറയുക ബുക്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അന്നത്തെ സംഭവത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നതും അതുമായി ബന്ധപ്പെട്ട സ്റ്റോറി വളരെ രസകരമായിട്ട് ഈ സമാധാന പുസ്തകത്തിലൂടെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇതിന്റെ ആൾക്കാർ. അതിപ്പം എന്തുമാത്രം ആൾക്കാർക്ക് അത് ഇഷ്ടാവും. അല്ലെങ്കിൽ അന്നത് വലിയൊരു അപമാനമായിരുന്നു അത് കണ്ടുപിടിച്ചത്. ചേട്ടൻ വീണര ചേട്ടൻ എന്ന് പറഞ്ഞ പിന്നെ കുറെ നാളത്തേക്ക് തലവരി അല്ല എന്റെ മുഖത്തും അച്ഛൻ്റെ അമ്മയുടെ മുഖത്തൊന്നും നോക്കിയിട്ടില്ല. ഇതൊരു ഭയങ്കര ആള് മാത്രം ചെയ്യുന്ന, നമ്മൾ പറയില്ലേ ഈ ലോകത്ത് നീ മാത്രമാണത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ അത്ര വലിയായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നി. ഇത്തരം കാര്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടെന്നൊന്നും ആരും അങ്ങനെ പറയത്തൊന്നുമില്ലല്ലോ. ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു മോശം എന്നുള്ളൊരു ഇതൊരു ഭയങ്കര മോശം എന്നുള്ളൊരു സംഭവം തന്നെയാണല്ലോ. അത് കുറെയൊക്കെ ഇപ്പൊ മാറി. എന്നിരുന്നാലും ഇത് ഭയങ്കര ഹൈഡ് ചെയ്ത് അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും. അല്ലെ പബ്ലിക്കലി പോയിരുന്നാലും പബ്ലിക്കലി വായിക്കുന്നത് വായിച്ച ഒരാളാണെന്ന് പറഞ്ഞാൽ തന്നെ നീയായിട്ട് ഞാൻ കൂട്ടില്ല. എനിക്കൊരു പ്രശ്നം വെച്ചാലേ ഈ എപ്പിസോഡ് കഴിയുമ്പോ എന്റെ ചേട്ടൻ വായിച്ച പുള്ളിയെ ഇപ്പൊ ഞാൻ വായിച്ചു, എന്നെ നോക്കും ഇതൊക്കെ വായിച്ചാണോ നടക്കുന്നത്. അതെ അങ്ങനെ. അപ്പൊ ചേട്ടൻ ഇറങ്ങുന്നത് എന്നായിട്ട് ഇറങ്ങി പോസ്റ്റ് കേസിനകത്തായിരുന്നു പുള്ളി. അങ്ങനെയുള്ളവന്മാരാ നമ്മളെ ഇതാക്കുന്നത്. നമ്മളിത് വായിച്ചതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പോസ്റ്റ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. കാരണം ചേട്ടന് കുറച്ച് ദിവസത്തേക്ക് കളിക്കാൻ പോകാനുള്ള പുറത്തേക്ക് പോകാനുള്ള ഇതില്ല. മൊത്തം മറ്റേ ഇത് കിട്ടാത്തമാര് കളിയാക്കുകയും ചെയ്യും, കൊടുക്കാത്തമാര് കളിയാക്കും. ഒറ്റക്ക് ഓണമില്ലോ ഇവന് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ പൊക്കിയത്. ഈ രാവിലെ മുതൽ എനിക്കൊന്ന് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേട്ട് 3 കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, രാവിലെ തൊട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായി കേൾക്കുന്നതല്ലേ? കാരണം ചേട്ടന്മാരുടെയും ചേച്ചിയുടെ ഒക്കെ കഥകള്. ഞാനപ്പോ ഇതിന്റെ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളുടെ സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കായിരിക്കും അത് പറയാൻ കുറെ കൂടി ഇൻട്രസ്റ്റ്, സിനിമയുടെ കാര്യങ്ങൾ. അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഇതില്? എന്റെ ക്യാരക്ടർ പേര് അപ്പു എന്നാണ്, വീട്ടിൽ നിന്ന് അപ്പു എന്നാണ് വിളിക്കുന്നത്. ശരിക്കും സ്കൂളിലത്തെ പേര് ആദർശ് മാധവൻ എന്നാണ്.
എനിക്ക് കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ കുറച്ച് വിട്ടു നിൽക്കുന്ന കുറച്ച് പരിപാടികളും സ്വഭാവ സവിശേഷതകളും ഉള്ള ആളാണ്. പിന്നെ അപ്പുവിന് കുറേ പ്രത്യേകതകളുണ്ട്. ആൾ അടിപൊളിയാണ്. എല്ലാ യൂഷ്വൽ ആൾക്കാരിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ടീനേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പോകുന്ന ആളാണ്. ഭയങ്കര ക്യൂരിയസ് ആണ്. അങ്ങനെ പോകുന്നൊരു അടിപൊളി ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ നിങ്ങളാണ് പെയറായിട്ട് അതിനകത്തുള്ളത് അല്ലേ? പറയൂ ആദർശ് മാധവൻ എന്ന് പറഞ്ഞ് പറയുന്നതൊക്കെ വിളിക്കുന്നതായിരിക്കും ട്രെയിലർ കണ്ടു. അത് ശ്രീലക്ഷ്മി ആയിരുന്നില്ലേ? അതെ. അപ്പൊ എന്താണ് ഇതില് ഹീറോയിൻ ആണോ? ഹീറോയിനായിട്ടെന്ന് പറയാൻ ഞങ്ങളാണ് പേരായിട്ട് ചെയ്യുന്നത്. ഇന്ദു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ധനുസ് എവിടെ ഉണ്ടെങ്കിലും നല്ല, എന്നാലും ഇവനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ രവീശങ്ങൾ പുറത്താക്കുമെന്ന്. ഇർഫാന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ആ ട്രെയിലറിൽ കണ്ടപ്പോഴത്തേക്കിന്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മുത്തെന്നാണ് ഇവരെല്ലാം വിളിക്കുന്നത്. മുത്തലിബ് എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയും കാശുണ്ടാക്കാനുള്ളൊരു വൈബ് നടക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് വരുന്നൊരു സംഭവമായിട്ടാണ് എൻ്റെ ക്യാരക്ടർ പോകുന്നത്. പിന്നെ നൈസായിട്ടുണ്ട്. പിന്നെ എന്നെ ഇവിടെ പോലെ നമ്മളാ വണ്ണവും ശരീരമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു എടുപ്പിലും ദേഷ്യത്തോടെ ഗാംഭീര്യത്തോടൊക്കെ നടങ്ങിയിട്ട് അവസാനം നല്ലൊരു ഇതായിട്ട് പോകുന്ന സംഭവമാണ്. പിന്നെ നല്ലൊരു മെസ്സേജ് ആയിരുന്നൊരു സിനിമയാണ്. ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ 10-35 വയസ്സുള്ളവർക്കൊക്കെ കൂടുതൽ അവരുടെ പഴയ കാലം എങ്ങനെ ഉണ്ടായിരിക്കും, അവരുടെ ഒരു നൊസ്റ്റ എങ്ങനെയായിരിക്കും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. പ്രമോദന്റെ ക്യാരക്ടർ എനിക്കൊന്ന് കുറേ പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ പണ്ടിങ്ങനെ സൈക്കിളിലൊക്കെ ആയിരിക്കും പോകുന്നത്, ഒരു കൂട്ടുകാരുടെ ബാക്കിലും കാണും, നമ്മൾ ഫ്രണ്ടിൽ ഓടിച്ചോണ്ട് പോകുമായിരിക്കും. പോയിട്ട് അവിടെ കടയിൽ പോയിട്ട് ഏതേലും പഴയ പ്രായമുള്ളൊരു മാമനും അപ്പൂപ്പനൊക്കെ ആയിരിക്കും കടയിൽ നിൽക്കുന്നത്. ചെവിയും കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് പറയാം ഇതിൻ്റെ പേര് പറയും, പുസ്തകം അങ്ങനെ പറയുമ്പോഴത്തേനും മാമയ്ക്ക് എന്തുകൂടെ പറയുന്നത്? അവർ പറഞ്ഞൊരു ചേട്ടാ പുസ്തകം അവർ ഉറക്കം പറ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം പറ്റും. നാട്ടുകാർ മുഴുവൻ കേട്ടത് വായിക്കേണ്ട അവസ്ഥയായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു കടയിൽ നിൽക്കുന്ന ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നല്ലേ? ഞാൻ കടയിൽ ഈ കുട്ടികൾക്കൊക്കെ ഇതെല്ലാം കൊടുക്കുന്ന ഒരു നക്സൽ ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു നക്സലായിരുന്നു, പഴയ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നാട്ടിൻപ്രദേശത്ത് ഒരു സാധാ കടയൊക്കെ നടത്തി ഒതുങ്ങി കൂടുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ബിസിനസ് മെയിൻ പരിപാടി ഇതാണ്. ബാക്കിയെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ പിള്ളേർക്ക് ഇതെല്ലാം കൊടുക്കുന്നു, ഇതിലൂടെ പോകുന്നൊരു ക്യാരക്ടറാണ്. എല്ലാ നാട്ടിൻപ്രദേശത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ. ഞാനിപ്പോ പറഞ്ഞ പോലത്തെ കഥ വല്ലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും പോയി മേടിച്ചിട്ടില്ല. മേടിച്ചുകൊണ്ട് വന്നതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ അന്നൊന്നും മേടിക്കാനുള്ള ഒരു അങ്ങനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ തീർത്തും ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ. അപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്കാണ് ഇത് വരുന്നത് സാധാരണ. അപ്പം അങ്ങനെ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്നുള്ള അനുഭവങ്ങളേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇതൊക്കെ ഊഹാമുഖത്തിനൊക്കെ അടിക്കുകയല്ലേ ഇവരൊക്കെ ഒന്ന് പറയുമല്ലോ. പോയവരൊക്കെ ഒന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയാണ്, അല്ലാതെ നേരിട്ട് അനുഭവമില്ല അങ്ങനെ. ചേട്ടന്റെ ക്യാരക്ടർ എന്താ ജെയിംസ് ചേട്ടന്റെ ഇതില്? ഞാനിത് ആ സ്കൂളിലൊരു മലയാള അധ്യാപകനാണ്. കുട്ടികളങ്ങനെ തെറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവരെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാത്വികനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. സാധാരണ മലയാള അധ്യാപകരുണ്ടല്ലോ, നമ്മൾ മലയാള അധ്യാപകനെ അടിക്കില്ല, പേടിയില്ല, മലയാളം അങ്ങനത്തെ ഒരു മലയാള അധ്യാപകൻ. അങ്ങനത്തെ വീണ ചേച്ചിക്ക് എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടറാണ് അറിയേണ്ടത്. അപ്പൂൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഒരു സംഭവം ചെയ്തേക്കുന്നത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അമ്മയും മോനും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ഒക്കെ അതിനകത്ത് നന്നായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനി സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണും. അതാണ് കറക്റ്റ് പറയാനുള്ളത്. ശരി, അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞു, ബാക്കി കണ്ടാൽ ഇത് ഈ സിനിമ കുറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിക്കും രവീഷിനോട് എന്തായി പടന്ന് വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ. ഞാൻ ഒത്തിരി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിളിച്ചിട്ട് ഇത് ഭയങ്കര കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ രവീഷിനെ കാസ്റ്റ് ചെയ്യുന്നത് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ആദ്യം വെച്ചിരുന്നത്. എന്തോ ഡേറ്റ് വന്ന് മാറിയിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ രവീഷ് പറഞ്ഞത് ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് ചേച്ചി ഇഷ്ടമായിരുന്നു. ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം ഈ ക്യാരക്ടറാണ്. കാരണം അതിനകത്ത് കുറേ പല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ തോന്നി ഈ ക്യാരക്ടർ ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ബിഗ് ബോസ് കൊണ്ടുണ്ടായ എനിക്കുണ്ടായ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് അന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടർ. കാരണം ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ നമുക്ക് ഞാൻ ചെയ്ത ഇനിയിപ്പോൾ ശരിയാവുമോ, അല്ലെങ്കിൽ ഇതിപ്പോൾ കോമഡിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഡയറക്ടേഴ്സിനൊക്കെ തോന്നുമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു പ്രതീക്ഷ തെറ്റില്ല. വിശ്വസിക്കുന്നു. പടം മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നൊക്കെ ഭഗവാന്റെ ഒരു ലക്കും കൂടെ ആണല്ലോ. അതെ. ഇതില് ട്രെയിലറിന്റെ പോർഷനില് പ്രമോദേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ മാത്രം സത്യം. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഈ സെക്സ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന്
നമ്മൾ എപ്പോഴും ആൾക്കാരുടെ വിചാരം ഈ സെക്സിനെ പറ്റി മാത്രം പഠിക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു പീരീഡ്സിനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴും ഈ പീരീഡ്സിനെ പറ്റിയും അല്ലെങ്കിൽ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ പറ്റിയൊക്കെ ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് പോലും ഇതിനെപ്പറ്റി അവെയർ അല്ല. എനിക്കിപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഒരു ആർത്തവമായ സമയത്ത് എനിക്ക് ഈ പാഡ്സും കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ടി വന്നു. കാരണം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണിക്കരുത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ അനുസരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യും ഇതൊന്നും മറച്ചു വയ്ക്കേണ്ട സാധനങ്ങളല്ല. അപ്പം ഇത് ഇപ്പോഴും ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് ചേച്ചിയുടെ വിചാരം? കാരണം അതൊക്കെ അറിയുന്നുണ്ടോ, അവെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും അവയർനെസ് വേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ലൊക്കേഷനിൽ വന്നുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. ഞാൻ സീരിയലിൽ തുടങ്ങുന്ന സമയത്ത്, അതായത് എൻ്റെ +2 സമയത്ത്, ഞാൻ സീരിയൽ വരുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ടൈമിൽ ഞാൻ അമ്മയെ ഫോൺ വിളിച്ചിട്ട് പറയും, എനിക്ക് അമ്മ പീരീഡ്സ് അച്ഛനോടൊന്ന് പറയൂ ഒരു പാഡ് വാങ്ങിച്ചത്. നമുക്ക് അച്ഛനോട് അല്ല നമുക്ക് അങ്ങനെയൊന്നും ഓപ്പൺ ആയിട്ട് പറയാനോ അല്ല നമുക്കൊരു ഷോപ്പിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി പാഡ് വേണമെന്ന് ചോദിക്കാനോ ഒക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം മാറി, കുട്ടികൾക്ക് ഒത്തിരി മാറി. ഇപ്പം ആൺകുട്ടികൾ ഫ്രണ്ട്സ് തന്നെ, ഇപ്പോൾ ഒരു കൂടെയുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആൺപിള്ളേർ പോയി വാങ്ങിച്ചു കൊടുക്കുന്ന ഫ്രണ്ട്സ് നമുക്കറിയാം. നമ്മുടെ കൂടെയുള്ള ഇപ്പം നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പോൾ കുറേയൊക്കെ ചേഞ്ച് വന്നു. പക്ഷെ കുറേ കൂടി ഇതിനെപ്പറ്റിയൊക്കെ അവയർനെസ് വേണം. ഇത് മാത്രമല്ല, ഇപ്പം ഈ പറഞ്ഞ മൂഡ് സ്വിങ്, അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചെറിയ കഥകളൊന്നുമല്ല. പക്ഷെ പണ്ടുള്ളവർ ചോദിക്കും നിനക്ക് മാത്രമേ ഇതൊക്കെ വരുന്നുള്ളൂ, ഇവിടെ വേറെ ആർക്കൊന്നുമില്ല. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ബോഡിയിൽ മൂഡ് സ്വിങ്സും എന്തുവാണെങ്കിലും, പെണ്ണായാലും ആണുങ്ങൾക്ക് ഉണ്ടാവും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ. പക്ഷെ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഈ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്തു വരണം. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലത്. ഇത് ഗ്രാജുവലി ഇത് സംഭവിക്കുള്ളൂ. കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് അടുത്ത ഏതെങ്കിലും ഒരു സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമ്പോൾ കുറേ ഡെവലപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള വെയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാം നല്ല രീതിയിൽ വരും. ഈ പീരീഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എപ്പോഴും സ്ത്രീകൾ മാത്രം സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറേ കൂടെ പുരുഷന്മാരും സംസാരിക്കേണ്ട വിഷയങ്ങളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവർ അവെയർ ആവണം എന്നുള്ളത്. അപ്പം ഈ ഒരു സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ്, ഇപ്പം രണ്ടുപേരും മാരീഡ് ആണല്ലോ, അപ്പൊ ഇതിനെ പറ്റി ചേട്ടൻ മാരീഡ് ആള് പറയട്ടല്ല അല്ലേ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ മാരീഡ് ആ ഓക്കെ. അപ്പം പ്രമോദ് യാതൊരു ബന്ധമില്ല. അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കൊണ്ടേ അവെയർ ആണോ, അല്ലെങ്കിൽ ഇപ്പോഴും? എനിക്ക് അത്ര ഇതല്ല, കാരണം ഞാൻ ഒരു മകനായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയ്ക്ക് ഒരു മോനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരം വളരെ കുറച്ച്, ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരായ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളോട് ഇത് പറയുക, ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടായിരുന്നു. അതിന് പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നമുക്ക് നല്ല കൂട്ടുകാരികളുണ്ടായിരുന്നു, കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അന്നൊക്കെ ചില അന്ധമായ ചില തെറ്റായ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രണയമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ പ്രായത്തിലൊക്കെ. അപ്പോൾ ഒരു പെണ്ണോട് ഞാൻ ഉമ്മ വെച്ചപ്പോൾ വേണ്ട കൊച്ചുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു കാലത്തുനിന്നാണ് ഞാൻ വന്നത്. എനിക്കൊരു ഉമ്മ പിള്ളേരുണ്ടാകും, ഉമ്മ കൊടുത്താൽ പിള്ളേരുണ്ടാകുമെന്ന് പറഞ്ഞ് അല്ല ശരി അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെയായിരുന്നു അന്നത്തെ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ടി വിയിൽ ആണും പെണ്ണും കൂടെ ഒന്ന് കിടക്കുന്നോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീൻ കാണിച്ച ഉടനെ വരാൻ കണ്ടോണ്ടിരിക്കാന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു കാഴ്ച അതൊക്കെ മാറിയല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഇതേക്കുറിച്ച് ശരിക്കും അത് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴൊക്കെയാണ് കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് സംസാരിച്ചൊക്കെയാണ് എനിക്കത്. അതന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ആവശ്യമല്ല അതിന് എന്താണ്. പിന്നെ എനിക്ക് വേറൊന്നുണ്ട്, ഈ എല്ലാ മതത്തിലും ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദു വിശ്വാസി എന്നല്ല, ഹിന്ദു ആയതുകൊണ്ട് ജന്മം അങ്ങനെ പറയുന്നത് അല്ല, വേറെ ഒന്നും തെറ്റിദ്ധരിക്കില്ലേ. അപ്പോൾ ഈ പീരീഡ് ആകുമ്പം മാറ്റി വീട്ടിൽ നിന്ന് മാറ്റി കിടന്ന് എൻ്റെ വൈഫൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 6-7 ദിവസമൊക്കെ വേറെ സ്ഥലത്ത് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി അതിനകത്തൊക്കെ താമസിപ്പിക്കുക എന്നത്. അതെന്തിനാണ് അത് ബോധമില്ലാത്ത കാലത്ത് കുറേ ആളുകൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തെറ്റായതല്ലേ? അതെന്തിനാ അതിൻ്റെ കാര്യം എന്താണ്? ഇതില്ലെങ്കിൽ ആ ഉള്ള പ്രസവിക്കാത്ത പെണ്ണെന്ന് പറയില്ലേ? ഇതിൽ അങ്ങനല്ലേ? അങ്ങനെയൊക്കെയല്ലേ എനിക്കിൻ്റെ ശാസ്ത്രീയമായി ശരിക്കുള്ളതിനെ കുറിച്ച് നമുക്ക് പറയണ്ട. അപ്പോൾ അത് തെറ്റാ, അങ്ങനല്ല. അത് നമ്മളെപ്പോലെ തന്നെയല്ലേ വരും. അപ്പോൾ അത് നമ്മുടെ ചേർന്ന് നിൽക്കുന്നതല്ലേ. എനിക്ക് ആ കാര്യത്തില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തും ഇങ്ങനെ വൈഫ് ഇതാകുന്ന സമയത്ത് മാറി കിടക്കാൻ പറയും. ഞാൻ പറയുന്നത് നീ ഇവിടെ കിടക്കുക എന്നില്ല കാട്ടിൽ വേണ്ടി ഇവിടെ കിടന്നത്. ഞാൻ അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇതാ എൻ്റെ ശരികളതാ. അത് ഞാൻ 3 സിസ്റ്റേഴ്സ് അമ്മയ്ക്കുള്ള ഒരു വീട്ടിലത്തെയാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറേ ആണുങ്ങളുണ്ട്.
പക്ഷേ എനിക്ക് ആദ്യത്തെ ഓർമ്മ ഇതിനേക്കാൾ കൂടുതൽ ഓർമ്മ എൻ്റെ പിറകിൽ വീട്ടിലൊരു ചേട്ടത്തി മരിച്ചു. അപ്പം മരിച്ചപ്പോൾ അവരോട് എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടത്തിയാണ്. അവരുടെ മകൻ എന്നെക്കാളും മൂത്തതൊക്കെയാണ്. അപ്പോൾ മരിച്ചതിൻ്റെ വിശേഷം ഞാൻ എങ്ങനെ മരിച്ചതെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്ന പലരും പല അഭിപ്രായങ്ങളാണ്. അത് അവർക്ക് വയറിൽ എന്തോ വേദനയായിരുന്നു, അങ്ങനെ അത് കറക്റ്റ് പറയുന്നില്ല. അവർക്ക് എന്തോ യൂട്രസ് ക്യാൻസറോ അങ്ങനെ സംതിങ് ആയിരുന്നു. അതിന് അന്നത്തെ ഭാഷയിൽ പറയുന്ന മലയാളം വാക്ക് അതുപോലും നമ്മളൊരു ആൺകുട്ടി ആയതുകൊണ്ട് നമ്മളെടുത്ത് പറയുന്നില്ല. പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ കുറേ പേരുണ്ട്, അവരുടെ പെൺമക്കൾ ഈ പ്രായപൂർത്തിയായപ്പോൾ അങ്ങനെ ചുമരുമയ്ക്ക് അടിക്കണ പോലെ പറയാം. നമ്മളോട് നേരിട്ട് പറയില്ല. അവള് വയസ്സറിയിച്ചു അങ്ങനെ വയസ്സറിയാന്ന് പറയാം. അത് നമ്മളോട് അവള് വയസ്സറിയിച്ചു വിട്ടാ, അവൾക്ക് പ്രായപൂർത്തിയായി അങ്ങനെയല്ല പറയാ. അവൾക്ക് വയസ്സൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാം, ചുമരുമലിക്കൊക്കെ പറയാം. അപ്പം എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ തന്നെയാണ്, എൻ്റെ വീട്ടിലത്തെ വെച്ചിട്ട് സ്ത്രീകൾ തന്നെയാണ് അത് പുരുഷന്മാരിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തുന്നത്. എനിക്ക് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പീരിയഡ്സ് തന്നെ ഞാനൊരു സംവിധാനം ചെയ്യുന്നു പറയുന്ന ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു മുൻകൈ സ്ത്രീകളും കൂടി എടുത്താൽ, കാരണം ഈ പുരുഷന്മാർ ഞാൻ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആ സമയത്ത് ഭയങ്കര പൊട്ടനായിരുന്നു. നമുക്കിത് അറിഞ്ഞൂടാ, ഇതെന്തോ രഹസ്യമായ ഒരു പരിപാടി ഇവിടെ നടക്കണ്ടെന്നറിയാം, രഹസ്യമായ എന്തോ ഒരു കാര്യം അറിയാം. ഇപ്പോൾ നമ്മൾ കുറച്ച് തിരിച്ചറിവ് വന്നപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് ആളുകളോട് ചോദിക്കാനും സംസാരിക്കാനും, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവരൊക്കെ വളരെ എൽഡേഴ്സാണ് എന്നാൽ പോലും മറ്റുള്ള കുട്ടികളെ ആൾക്കാരെ കുറിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ മൂഡ് സിങ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിചിത്രമായ കാര്യമാണ്. അതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്താണ് നമുക്ക് ഉണ്ടായിരുന്നു. അല്ല, അടുത്ത കാലത്താണ് അത് സ്ത്രീകൾ തന്നെ പറയാൻ തുടങ്ങിയത്. മൂഡ് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ഈ മൂഡ് സിംഗ് എനിക്ക് തോന്നുന്നില്ല. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പോലും അത് വ്യക്തമായിട്ട് ദേ പോണു, താഴേക്ക് പോണു, എൻ്റെ മൂഡ് ദേ ഇപ്പൊ പിടിച്ചത്, ഇനി കുറച്ച് നേരത്തെ ഈ ഭാഗത്തേക്ക് വരണം. അത് അങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കിയിട്ട് പുരുഷന്മാർ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എനിക്കറിഞ്ഞൂടാ. അല്ല, അത് എന്താന്നറിയോ, അത് പറഞ്ഞു ഇനിയും വരുന്ന തലമുറകളിലൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം എന്നാ. അപ്പം അത് തന്നെ ഞാൻ തിരിച്ചും പറഞ്ഞത്, ഇപ്പോ ആണുങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് നമ്മുടെ സിനിമയുടെ വിഷയമേ അല്ല ഇപ്പൊ തന്നെയാണല്ലോ. കാരണം ഇത് സ്ത്രീകൾക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന കൂടുതലാണെന്ന് തോന്നുന്നു പുരുഷന്മാരെക്കാൾ. ഇതൊക്കെ ശാസ്ത്രജ്ഞർ പറയുന്നതാണ്, നമ്മളിത് കുത്തി നോക്കിയിട്ടൊന്നുമില്ല. എന്നാൽ പോലും അങ്ങനെ കേൾക്കുന്നു, എല്ലാവരും അത് സമ്മതിക്കുന്നു. ഹോർമോണൽ ചേഞ്ചസ് ഇതാണ് ഈ പോരാത്തതിനാണെങ്കിൽ 28 ദിവസമോ 25 ദിവസമോ കഴിയുമ്പോൾ എല്ലാ മാസവും മറ്റേ ഇതുപോലെ വരുന്നോണ്ടിരിക്കല്ലേ, വർഷത്തിലൊന്നല്ലല്ലോ. ഇപ്പൊ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞു 4-5 ദിവസം മാറ്റിയിരുത്താന്നുള്ളത്. ഞാനും ഒക്കെ പണ്ട് ഞാനൊരു +2 വരെയൊക്കെ ഞാനും മാറ്റിയിരുത്തിയ ആ കാറ്റഗറി. പക്ഷെ വീട്ടിൽ നിന്ന് മാറ്റിയിരുത്തലല്ല, നമ്മള് റൂമിൽ നിന്ന് നമ്മളെ എവിടെയും തൊടിയിപ്പിക്കില്ല, ഒരു സൈഡിൽ തന്നെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന റെസ്റ്റാണ്. ഭയങ്കര ഒരു പ്രോസസ്സിങ് ആണ് നമ്മുടെ ആ സമയത്ത്, ഹോർമോൺ ചേഞ്ചസും. ആ സമയത്ത് ലേഡീസ് റെസ്റ്റ് എടുക്കണം എന്നാ. ഈ പണ്ടത് മാറ്റിയിരുത്താന്ന് പറയുന്നത് വീട്ടിലെ ജോലി രാവിലെ 5 മണിക്ക് മുതൽ തുടങ്ങി രാത്രി ആയാലും റെസ്റ്റ് ഉണ്ടാവില്ല പല വീടുകളിലും സ്ത്രീകൾക്ക്. അപ്പം അല്ല റെസ്റ്റ് ഉണ്ടാവാറില്ല. ഇപ്പൊ നമ്മുടെ എൻ്റെ അമ്മയൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അമ്മമാരൊക്കെ നോക്കിയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് ഈ 3-4 ദിവസം ഫുള്ളി ഒരു റെസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ അതിന്റെ തിയറി അതാണ്. കുറച്ച് ദിവസം അവരെ മാറ്റിയിരുത്തുക, അവര് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. കാരണം ആ സമയത്ത് ബോഡി അത്രയും വലിയൊരു കാര്യമാണ്. വേറൊന്നുമല്ല, അടുത്ത തലമുറയെ എന്താ പറയുക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗർഭപാത്രം സെറ്റ് ചെയ്യുന്നൊരു വലിയൊരു പ്രോസസ്സാണിത്. അത് എവരി മന്ത് ഇത് സ്ഥിരം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതൊരു ആ ഒരു ഹോർമോൺ ചേഞ്ച് ഭയങ്കരമാണ്. അത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് ഇത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അത് അവരുടെ ചില കാര്യങ്ങൾ പെണ്ണുങ്ങളുടെ എക്സ്പീരിയൻസ് അത് അവർക്ക് മാത്രമല്ല. അമ്മമാരൊക്കെ നമ്മളൊക്കെ പീരീഡ്സ് സമയത്ത് വേദന എടുക്കുന്ന സമയത്ത് അമ്മമാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും, അച്ഛന്മാർക്ക് അത്രയും മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ അത് മാറി, കുറേയൊക്കെ മാറി. ഇപ്പം ആൺകുട്ടികൾക്കൊക്കെ പറഞ്ഞ സ്ട്രെസ് ഉണ്ട്. ഇപ്പം എൻ്റെ ബ്രദർ അവർ ഫാമിലി ഏട്ടത്തേമ്മയ്ക്ക് ഇങ്ങനെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ചേട്ടൻ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ് എൻ്റെ അടുത്ത്. പക്ഷെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും. അവിടെ പീരീഡ്സ് മൂട് പറയില്ല, 3-4 ദിവസം മിണ്ടാൻ നിൽക്കണ്ട. ഈ സാധനം അതിപ്പോൾ കുറേയൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് എന്ത് എങ്ങനെ കുറേയൊക്കെ ചേഞ്ചസ് വരും. മൊത്തത്തിൽ ഒരിക്കലും ചേഞ്ച് വന്ന്
ലോകം മാറി മറിയാനൊന്നും പോണില്ല, ഗ്രാജുവലി ഇതൊക്കെ സംഭവിക്കും. അല്ല, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം എന്ന് ചെറുപ്പത്തിൽ കുട്ടികളോട് നമ്മൾ കുട്ടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അവെയർ ആയുമായിരുന്നു കുറച്ചും കൂടി അല്ലേ? അത്ര ഇതിപ്പോ പൊട്ടൻ ചന്തയ്ക്ക് പൂരം കാണാൻ പോയ പോലെ അവിടെ ചെന്ന് നിന്നിട്ട് ഇതിപ്പോ ഉമ്മ വെച്ചപ്പോ ഗർഭിണിയാവില്ല പറഞ്ഞു പോലൊരവസ്ഥ. വേറെ വലിയ രസമുണ്ട് ഈ അന്ന് നമ്മൾ കലാകാരനാകണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നടക്കുന്ന സമയം മിമിക്രിയൊക്കെ ഇങ്ങനെ സജീവമായ ഒരു സമയം. അങ്ങനെ ഈ മിമിക്രിയൊക്കെ പറയുന്ന സമയത്ത് അമരം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയം നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നത് അന്നത്തെ വലിയ ഞങ്ങളുടെ അമ്മയുടെ അമ്മയൊക്കെ ഇരിക്കുക. അതൊക്കെ പ്രായം തീരെ ഒരു വലിയ അറിവുള്ളവരൊന്നുമല്ല. അപ്പോൾ അപ്പോൾ കൂട്ടുകാരന്മാരെല്ലാം ഇരിക്കുന്ന കൊടുത്ത് ഒരാൾ മിമിക്രി മമ്മൂക്കയുടെ ഡയലോഗ് പറയുകയാണ്, മുത്തായ എൻ്റെ അമ്മ മരിച്ച് എങ്ങനെയാണെന്ന് അറിയുക, ചോരപോയാണ് ഉടുത്ത മുണ്ടിലും പായിലും പറഞ്ഞില്ലേ? അതിനകത്ത് ഡയലോഗാ, മമ്മൂക്കാരുടെ ഡയലോഗാ, മുത്തായ നിൻ്റെ അമ്മ മരിച്ച എങ്ങനെയാണെന്നറിയാം, ചോര പോയാണ് ഉടുത്ത മുണ്ടിലും പായിലും എല്ലാം ചോര എന്ന് പറഞ്ഞ് ഓടിച്ചുണ്ട്. അത് അന്നത്തെ കാലം അതാ പറഞ്ഞിട്ടില്ല. അതിന്റെ അത് മൊത്തം മാറിയിട്ടൊന്നുമില്ല. ഈ അന്നത്തെ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തും നമ്മൾ തുടരുന്നതാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ പോയിട്ട് അതിൻ്റെ അറിയാതെ പോലും നമ്മളത് കോൺഷ്യസ് ആയിട്ട് തുടരുന്നതാണ് ആ ഒരു കാര്യം. അതെങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ സിനിമ ഇതുകൊണ്ട് ഇറങ്ങി ഇത് കണ്ടിട്ട് അമ്മ ശരിയല്ല മാറ്റിയെടുക്കാം എങ്കിൽ വിളിച്ച് വീട്ടിൽ പോകുന്നതല്ല നമ്മൾ പറയണേ. എന്തെങ്കിലും അത് വന്നാൽ അത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ NSS സ്കൂളിലാണ് പഠിച്ചത്, നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പെൺകുട്ടികൾ പോകുന്നത് ഈ ഒരു ദർശനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി വയ്ക്കും എല്ലാവരും. ഒരാളൊന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലാടാ സ്വർഗത്തിൽ. അതൊക്കെ അല്ല ഇപ്പം ശാലം മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. സാറിനെ അവിടെ നിൽക്കുന്നത് സാറിനോട് സാറിനെന്തിനാ എവിടെ വായിനോട്ടാ കുറഞ്ഞത് വെയിറ്റിംഗ് ഷെഡിലെ ശല്യക്കാർ കുറഞ്ഞു. ആ കുഴപ്പമില്ല. ഇപ്പൊ എന്തിനാണ് കത്ത് കൊടുക്കുന്നത്? ഇപ്പൊ വാട്സപ്പില്ലേ ഒരു നമ്പർ വായിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ആദ്യത്തിലെ പ്രസന്റിൽ പറയുന്നതിനകത്ത് വരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പാസ്റ്റിലെ ഒരു സ്റ്റോറി പറയുകയാണ്. അപ്പൊ ആ 2000 നടക്കുന്ന ആ സ്കൂളിലെ ആ സമയങ്ങളും അവിടെ സംഭവിച്ച കാര്യങ്ങളുമാണ് പിന്നെ കഥയിൽ പോകുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങളും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മുടെ സിനിമ വിജയിച്ചു എന്നതിന്റെ അർത്ഥം. ഉറപ്പായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി മൊമെന്റ്സ് എന്തായാലും ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു എന്റെ ഒരു ഏജിലൊക്കെ ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് കുറെ കൂടെ. പക്ഷെ അല്ല, ഈ പ്രായത്തിലുള്ള പിള്ളേർക്കും മോൻ പറഞ്ഞ പോലെ ഇപ്പോ ഫോണിൽ മാറി എന്നുള്ളതിന് കാണുന്നേ ഉള്ളൂ. അന്ന് ബുക്കായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും കുറെ കൂടെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ കുറച്ച് നല്ല രീതിയിൽ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് എന്താ പറയാ സെക്സ് എഡ്യൂക്കേഷൻ വേണം, അല്ല അതൊരു ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്ക് സിനിമ കണ്ടു പോകുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ തോന്നിയാൽ അല്ല എൻ്റെ മോനോട് അല്ല എൻ്റെ മോളോട് നമുക്ക് നാളെ മുതൽ ഇങ്ങനെയൊക്കെ കുറെ കൂടെ ഇതായിട്ട് സംസാരിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ തോന്നിയാൽ അത് സിനിമയുടെ വിജയമായിരിക്കും. ഈ സിനിമയിലൂടെ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതല്ല കേട്ടോ, നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ആൾക്കാർ പറയും ഞങ്ങളിവിടെ നടത്തുന്നത് പിന്നെ പിന്നാക്കാണോ, പിന്നാക്കച്ചവടാണോ ചോദിക്കും. പക്ഷേ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നിടത്തുണ്ടോ ഇങ്ങനെ? പഠിക്കുന്ന സമയത്ത് പ്ലസ് 2 പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ പരിപാടികളും ക്ലാസ്സുകളും പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് സാറുമാർ ക്ലാസ് എടുക്കുന്നതും അത് തന്നെ മതിയോ? നമ്മൾ ഏറ്റവും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അത്രയും പ്രശ്നങ്ങൾ കുറയില്ല എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞത്. അല്ലാതെ തീരെ നടക്കുന്നില്ല എന്നുള്ളതോ അങ്ങനെ അവർ കരുവാരിത്തേക്കല്ല. അവരൊരു പ്രാഥമികമായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയിട്ടുള്ള തന്നെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അതാ ഇവർക്ക് ഒരു പ്ലസ് 2 എപ്പോഴാണ് പ്ലസ് 1 തുടങ്ങിയത്. അപ്പൊ ഇത് എന്തിനാ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ തുടങ്ങേണ്ടതല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവായിരിക്കും. ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, എന്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗേൾസിന് മാത്രം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കായിരുന്നു. അവർക്ക് മാത്രം കൊടുക്കായിരുന്നു. ബോയ്സിന് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ടീനേജ് റൊമാൻസ്, അതിന്റെ പ്രശ്നങ്ങള്, സ്കൂൾ റൊമാൻസ്, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കായിരുന്നു. പക്ഷെ അപ്പൊ ബോയ്സിന് ഏറ്റവും വലിയ ക്യൂരിയസാണ്. ഇവര് മാത്രം മാറ്റി നിർത്തും. ഞങ്ങൾ ബോയ്സ് വന്ന ക്ലാസ് ഇവർക്ക് എന്തോ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. ഇവർക്ക് പ്രത്യേകത ഉണ്ട് സംഭവം. ആ ഒരു സംഭവമാണ് എനിക്കിപ്പോ എന്റെ സ്ഥാനത്ത് ഇപ്പം ഒരു 2000 അതായത് ക്ലാസ്സിൽ പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ വെച്ചാൽ എനിക്ക് അവനെക്കാട്ടും കുറച്ചുകൂടി ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. കാരണം ഇത്ര നമ്മൾ അപ്ഡേറ്റഡ് ആണല്ലോ. ഇപ്പം എന്റെ ഒരു ഞാൻ പറഞ്ഞിപ്പം ഒരു 12-13 വയസ്സ്, അതായത് 12-13 വയസ്സിലൊക്കെ എനിക്ക് ഇപ്പൊ തന്നെ എന്റെ പ്രായത്തിലുള്ള പഴയ ആളെക്കാട്ടും കുറച്ചുകൂടി എനിക്ക് ആകുന്നുണ്ട്. അതൊരു
നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഇപ്പം 8ാം ക്ലാസ് തൊട്ടുമ്പോൾ ബയോളജിയിൽ ആദ്യം 10ാം ക്ലാസും പ്ലസ് ടു ഒക്കെ താഴോട്ട് വന്നോണ്ടിരിക്കും. ഇപ്പം ഫ്ലാറ്റ് ടച്ച് വരെ എത്തി. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളപ്പം ഈ ഗേൾസിനെ മാറ്റി നിർത്തി ഇങ്ങനെ ക്ലാസ് കൊടുത്ത് തിരിച്ചു വന്ന് നിങ്ങൾ എന്തായാലും ഗേൾസിനോട് അല്ലേ? അവിടെ പോയി എഴുതി നോക്കും, സാർ ഓടിപ്പിക്കും. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ക്ലാസ് കിട്ടുന്നുണ്ട്? എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കൊന്നും എന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനത്തെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല. ക്ലാസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഗേൾസിന് മാത്രമാണ്. ഗേൾസിനും ബോയ്സിനും ക്ലാസ് കൊടുക്കും. 1-2 മണിക്കൂർ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ഇതാക്കും. ക്ലാസ് കഴിയുമ്പോൾ പറയും ഗേൾസ് ലൈനായിട്ട് പോകും, തീർന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും അത് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അതായത് ഇങ്ങനെ മിക്സഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടോ? അതാണോ പ്രശ്നം ശരിക്കും? ക്ലാസ് എടുക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള പരിപാടിക്ക് ഞങ്ങളുടെ ഒരു പ്ലസ് 2 ഒക്കെ ആയ സമയത്താണ് കുറച്ചുകൂടി ആയത്. അതിന് മുന്നേ ഒന്ന് മിക്സഡ് ആയിട്ടുള്ള ഈ പണിഷ്മെന്റ് ആണ് എല്ലാവരും മനസ്സിലിരിക്കുന്ന പണിഷ്മെന്റ് ആയിരുന്നു. ഒരു ഫ്രണ്ട്, ഫീമെയിൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരടുത്ത് പോയിരിക്കാന്നുള്ള ഒരു പ്ലസ് 2 ഒക്കെ എന്റെ ഒരു കാര്യമാണ് നോർമലൈസ് ചെയ്തത്. ഇപ്പൊ എന്റെ മോന്റെ ഒക്കെ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ, മിക്സഡ് ആയിട്ട് ഇരുത്തവര്. അത് പക്ഷെ റൊട്ടേറ്റ് ചെയ്യും. ഇന്ന് വരുന്ന പെൺകുട്ടി ആയിരിക്കില്ല ചിലപ്പം അടുത്ത ദിവസം ഉണ്ടാവും. ഇപ്പം മിക്സ് ചെയ്താൽ ഇപ്പം പല സ്കൂളുകളിലും ഇരുത്തുന്നത്. പക്ഷെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞില്ല, ഈ സാധനം ഒറ്റയടിക്ക് ഇതൊന്നും ചേഞ്ച് ആവില്ല. ഗ്രാജുവലി നല്ല ചേഞ്ചസ് വരും. അതെന്തായാലും സംഭവിക്കും. നമ്മളും ഈ സിനിമയിലൂടെ ഒരു ഫൈനൽ സൊല്യൂഷൻ പറയുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നടന്മാരും എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ അവയർനെസ് ഉണ്ട്. നമുക്ക് ആ അവയർനെസ് നമ്മൾ സൊസൈറ്റിയോട് പറയുന്നു, ഒന്ന് സൂക്ഷിക്കേണ്ടതല്ലേ എന്ന് പറയുന്നു. ഈ സമാധാന പുസ്തകം എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക ടൈറ്റിലും, അല്ലെങ്കിൽ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നല്ല പേരാണ്. കാരണം നമുക്ക് അവനെ അങ്ങനെ തന്നെ ഒരു ജനറലി അങ്ങ് വിളിക്കാം. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സീനിയേഴ്സിനോടാണ്, കുട്ടികളോടല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ സമാധാന പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ സത്യം പറഞ്ഞാൽ ഒരു വൾഗർ കണ്ടന്റിന് അപ്പുറത്തേക്ക് അതൊരു എഡ്യൂക്കേഷൻ കൂടിയാണല്ലേ അന്നത്തെ കാലത്ത്. ചിലപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴേക്കും എനിക്കറിയില്ല അതിനകത്ത് എന്തായിട്ട് കണ്ടന്റ് ഉള്ളത്, എന്നാലും കുറച്ചൊക്കെ അത് വായിച്ചത് വഴിയാണല്ലോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് പ്രസക്തി ഇല്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ഈ പല വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വന്നിട്ട് അവർ മിസ്ലീഡായി പോകുന്നതിനെക്കാട്ടി ബെറ്റർ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷനായിട്ട് പരമായിട്ടുള്ള ബുക്കുകൾ ഇറങ്ങുന്നതിനോട് എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം? ഇരിക്കുകയാണ്. അല്ല, ആ ബുക്കിൽ വരുന്ന കാര്യം എൻ്റെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ കണ്ടിട്ടുള്ള 2 തരം സാധനങ്ങൾ, 3 തരം സാധനങ്ങൾ. ഒന്ന് ചിത്രങ്ങളാണ്, വിദേശ സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. അതിൽ ടോപ്പ് ന്യൂഡായിട്ടുള്ളതുണ്ടാവും, വളരെ അപൂർവമായിട്ട് ബോട്ടം കൂടി ന്യൂഡായിട്ടുള്ളതുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ വ്യക്തതയൊക്കെ പോയിട്ടുണ്ടാവും, കീറിപ്പോയിട്ടുണ്ടാവും. കാരണം കുറേ പേരും നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ മടക്കി. അതാണ് ചിത്രങ്ങളിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് നമുക്ക്. രണ്ടാമത്തെ ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിൽ പരസ്യമായി വിറ്റിരുന്ന പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ അതിങ്ങനെ കടകളിൽ വിൽക്കും. അതും ഇപ്പം നിരോധിച്ചു. ആ പുസ്തകങ്ങളിലത്തെ കഥകളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥകൾ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. ചില ഫെസ്റ്റിവലിലൊക്കെ കാണുന്ന ചില സിനിമകളെ പോലെയാണ്. ഒന്നുമില്ല, പക്ഷെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ലോകത്തേക്ക് കൊണ്ടുപോകും. വായന തരുന്ന വേറൊരു ഇതുണ്ടല്ലോ, കാഴ്ചയല്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഇമാജിനേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ വശീകരിക്കേണ്ടത്, ഒരാണ് ആ പെണ്ണിനെ എങ്ങനെയാണ് അടുത്തേക്ക് ചെല്ലുന്നത്, അത് ഏത് തരം പ്രായമുള്ളതായിരിക്കും, അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയം, സ്ഥലം, ഏതൊരു സാഹചര്യം, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഈ രഹസ്യമായി വാങ്ങിക്കുന്ന മലയാളം പുസ്തകങ്ങളുണ്ട്, അതാണ് 3ാമത്തെ കാറ്റഗറി. അതിൽ പച്ചയായി ഈ നമ്മൾ പോൺ വീഡിയോസിലൊക്കെ അറിയുന്ന പോലെയുള്ള കാര്യങ്ങൾ പച്ചയായി, കുറച്ചും കൂടി പച്ചയായി പറയും. ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളുണ്ടാവും. പക്ഷേ അത്തരം പുസ്തകങ്ങളോ ഞാൻ ഈ പറയുന്ന 3 തരം പുസ്തകങ്ങൾ പരിപോഷിപ്പിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ പോൺ വീഡിയോസ് കാണിപ്പിക്കുന്ന പോലെ. അതല്ലാതെ എവിടെയാണ് എന്താണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ എന്താണ് ഒരു പുരുഷൻ്റെ ശരീരം, എങ്ങനെയാണ് അതിനെ ഇപ്പോൾ ഈ മൂഡ് സ്വിങ്സ് പോലെ തന്നെ എങ്ങനെയാണ് ഈ നമ്മൾ ഒരു പാർട്ട്ണറായി വരുമ്പോൾ പാർട്ട്ണറെ എവിടെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറയില്ലേ. മീൻസ് അത്തരം കാര്യങ്ങളുണ്ടല്ലോ. ഒരാൾക്ക് സെക്സ് മാത്രമാണ് ഒരാളോടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വസ്തു പോലെ നീ നിൻ്റെ ഓപ്പോസിറ്റ് സെക്സ്, അത്തരം കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ നമുക്ക് പുസ്തകങ്ങൾ അവിടെ ആക്കാമെന്നല്ലാതെ ഇത്തരം ഞാൻ വായിച്ചിട്ടുള്ള തരം പുസ്തകങ്ങൾ അത് ആക്കുന്നതിൽ വലിയ, കാരണം അത് തരുന്ന ഭാവന വേറെയാണ്. അത് എപ്പോഴും ഒരു ഇറോട്ടിക്
കഥകളാണ് അതിൽ കൂടുതൽ വരാറ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അമ്മാവൻ വിദേശത്തേക്ക് പോയപ്പോൾ അമ്മായി ഒറ്റയ്ക്കായി രാത്രി, അങ്ങനെയാണ് കഥ തുടങ്ങുക. അപ്പോൾ അത് വായിക്കുന്ന ഒരു 12 വയസ്സുകാരൻ്റെ ഉള്ളിൽ നല്ല ചിന്തയല്ലല്ലോ കിടക്കുക. അമ്മായി, അപ്പോൾ അവൻ്റെ അമ്മായി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ആലോചിക്കില്ലേ? അതൊരു നല്ല ചിന്തയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. അത് അങ്ങനെയാണ് ആ പുസ്തകങ്ങളിൽ മിക്ക കഥകളും അങ്ങനെയാണ്. ട്യൂഷൻ ടീച്ചർ, ട്യൂഷൻ മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഥകൾ ഭയങ്കര അതായത് ഒരു നല്ല സുഹൃത്ത് അവളോട് പ്രണയം തോന്നി അങ്ങനെയൊന്നല്ല, അല്ലെങ്കിൽ അവനോട് പ്രണയം തോന്നി അങ്ങനെയൊന്നല്ല പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പരിപോഷിപ്പിക്കണമെന്ന് അഭിപ്രായം എനിക്കില്ല. പേരന്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ചേച്ചി? അത് ചോദിക്കാൻ കാരണം ഞാനിതുപോലെ ജോസഫ് അന്നംകുട്ടിയുടെ ഒരു വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലത്ത് എന്തോ അദ്ദേഹത്തിൻ്റെ ആണോ അതോ അദ്ദേഹം പറഞ്ഞ കഥയാണോ എന്ന് ശരിക്കും ഓർമ്മിക്കില്ല. എൻ്റെ ഓർമ്മ ശരിയാണ് അദ്ദേഹത്തിൻ്റെ കഥയാണ്. ഇതുപോലെ കഥകളും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അമ്മ കാണാനിടയി. അമ്മ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല, വിളിച്ചെടുത്തിട്ട് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്കുള്ള അതേ അവയവങ്ങൾ അല്ലെങ്കിൽ അതേ ശരീരഭാഷ തന്നെയാണ് മറ്റൊരു സ്ത്രീക്കുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുത്തത്. അവിടുന്ന് ആ കുട്ടിയുടെ ഒരു ബോധോദയം അല്ലെങ്കിൽ എന്താ പറഞ്ഞ മനസ്സിലെ ആ ഒരു ചിത്രം മാറിയിട്ട് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേരൻറ്റിങ് അല്ലേ ആവശ്യം? അല്ലെങ്കിൽ ഇങ്ങനൊരു കുട്ടി, നമ്മുടെ കുട്ടികൾ അവർക്ക് പല കാര്യങ്ങളും സ്കൂളിൽ പോകുമ്പം ഫ്രണ്ട്സ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ അറിയും. പക്ഷേ ഇത് നമ്മളിലേക്ക് എത്തുമ്പോഴത്തേന് ഇപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കണ്ടാൽ പോലും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഓരോ പ്രായത്തിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതായത് പ്രായത്തിനനുസരിച്ച്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ്. നേരത്തെ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ വീടിനടുത്താരോ മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ വയറിന് എന്തോ വയ്യാഴിക വന്ന് മരിച്ചതാണ്, അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പം മോനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ അവന് 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ, അവൻ്റെതായിട്ടുള്ള ചെറിയ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല അതിനെ ഭയങ്കര നീ ഇതങ്ങനെ ചെയ്തേ അങ്ങനെ ആ ഒരു പേരന്റിങ് ഒരിക്കലും ശരിയാവില്ല. എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഓരോ പ്രായത്തിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങൾ അതെല്ലാം പ്രോപ്പറായിട്ട് പ്രത്യേകിച്ച് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അത് വേണം. അങ്ങനെ ആയാലേ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ഈ കാര്യങ്ങളൊന്നും ഞങ്ങളല്ല ആദ്യമേ പറയുന്നത്, അറിയാലോ. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ നമ്മളും കൂടി അത് പറയണമെന്ന് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് സമയം കിട്ടിയത് അതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ഇതുവരെ ആരും വന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സിനിമ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ആൻസറും പോലും നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലെ ഇതിനെപ്പറ്റി ഇത് മുൻപ് പലരും ഗൗരവമായി ഇത് പഠിക്കുകയും അതിനനുസരിച്ച് അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി, അല്ലാതെ നമ്മളാണ് ഇത് ആദ്യമേ പറയണേ എന്നുള്ളതല്ല. ഇപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു കാര്യമല്ല, ഞാൻ വീണച്ചിയോട് ചോദിക്കുകയാണ്. ഞാൻ വീണച്ചിട്ട് ഒരു നല്ലൊരു വീഡിയോ കണ്ടു. ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര വൈറലായിരുന്നു ഈ ഒരു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചപ്പോഴത്തേക്കും ആൾ ഞെട്ടിപ്പോയി. ഇത് വീണ ചേച്ചിയാണോ? എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രത്തോളം ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ വിദ്യാമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അത്രത്തോളം പിടിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ എങ്ങനെയാണ് ചേച്ചിയിലേക്ക് എത്തിയത്? അതെ, അല്ലാതെ ഞാൻ ഒന്ന് കണ്ട അവിടെ ആദ്യം പറഞ്ഞതാണ് ഗംഭീരമായിരുന്നു. ശ്രീവിദ്യാമ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു 1-2 പേര് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാന്ന് കരുതി അങ്ങനെ ചെയ്ത് നോക്കിയതാ. പക്ഷെ സത്യമായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ എല്ലാവരും നല്ല അഭിപ്രായം പറയും. സത്യം പറഞ്ഞ പേടിച്ചിട്ടാണ് ചെയ്തത്. കാരണം ഇത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഒരു സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കുറെ ആൾക്കാർ ചീത്ത വിളിക്കുന്നത്. പക്ഷെ ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാവരും ഒരേപോലെ നല്ലതാണ് പറഞ്ഞത്. അത് ഞാൻ എൻ്റെത് മാത്രമല്ല, എൻ്റെ അതിനകത്ത് വർക്ക് ചെയ്ത എൻ്റെ സ്റ്റൈലിസ്റ്റ് നിതിൻ ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്ത മഞ്ജുച്ച ആയിക്കോട്ടെ, ക്യാമറ ചെയ്ത അഭിനയ ആയിക്കോട്ടെ, എല്ലാവരും അത്ര നന്നായിട്ട് അവര് വർക്ക് ചെയ്തതുകൊണ്ടാണ് അത് കുഴപ്പമില്ലാതെ ഔട്ട് വന്നു. പക്ഷെ സത്യമായിട്ട് ചെയ്യുമ്പം ഇതിങ്ങനെ ആൾക്കാർ കാണുമെന്നോ ഒരുപാട് ആൾക്കാർ വലിയ വലിയ ആൾക്കാരെ വിളിച്ച് വിഷ് ചെയ്യുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ന്യൂസിൽ 24/7 ന്യൂസിലൊക്കെ വരിക, ന്യൂസിലൊക്കെ വന്നിട്ട് ക്ലിപ്പൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, സത്യമായിട്ട് അഭിമാനമുണ്ട്. കാരണം ഒരു സിനിമ ചെയ്തിട്ട് പോലും ഒരാൾക്കാരെ ഇത്രയും വിളിച്ചിട്ടില്ല. ഈ ഒരു ഒറ്റ റീലില് അത് കാര്യത എന്റെ ഗുണമല്ല, അമ്മയുടെ ശ്രീവിദ്യാമ്മയുടെ ഒരു സംഭവം എടുത്ത് ചെയ്തിട്ട് പാളി പോകാതിരുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. പക്ഷെ ഞങ്ങൾ 2-3 വീഡിയോ വേറെ അതിലൂടെ എടുത്തു, അതൊന്നും ഞങ്ങൾ ഇട്ടില്ല. അപ്പൊ ഒരെണ്ണത്തിൽ നിർത്തി. അത് ഇനി ചിലപ്പോൾ ഇട്ടാല്
ഇതിന്റെ ഭംഗിയില്ലാതായി പോകും. അതെ, അതുകൊണ്ട് എങ്ങനെ കാണിക്കും. പക്ഷെ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാനും കണ്ടപ്പോഴത്തേനും എനിക്കും പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സൈറ്റ് കാണുമ്പോൾ ഇത്രയും റിസംബ്ലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു ആക്ച്വലി അല്ല ആ ഒരു നമുക്ക് തോന്നും അത് ഒന്നുമില്ല ബന്ധം. പക്ഷെ ആ ഡ്രസ്സും എല്ലാം ഒരേപോലെ വന്നപ്പോ അത് ഒരു ഫീല് വരും നമുക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ ചായ കാച്ചലോ ഒരു സാധനമില്ല, എന്തോ ഒരു സാധനം അത്രേ ഉള്ളൂ. എവിടോ ഒരു മനസ്സുഖം. ഇർഫാൻ ഇതുപോലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് സിനിമയിൽ വരണം അഭിനയിക്കണം എന്നൊക്കെയുള്ള, എനിക്ക് കോമഡി ഫെസ്റ്റ് ഫ്ലവേഴ്സില് ഗംഭീര മൂക്കരായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ ആഗ്രഹമായിട്ട് പറഞ്ഞിരുന്നു. ഒരുപാട് നടന്മാരെ ശബ്ദമാണ്. പിന്നെ ഈ ശരീരം നിറച്ച് നടന്മാരുടെ ശബ്ദമാണ്. കൊറേ നടന്മാരെയൊക്കെ ചെയ്യില്ല, ഒന്ന് രണ്ട് നമ്മളൊന്ന് കാണിക്കും. ദൈവത്തോടാ പ്ലീസ് നീ ഒന്നും ചെയ്യണ്ട, അവൻ ചെയ്തു. നല്ലത് നോക്കി വന്നു, നല്ലത് മുഴുത്തോ നോക്കി പറഞ്ഞ ചെയ്യും. ജോണി ആന്റണി ചേട്ടൻ നമ്മുടെ ജോണി ചേട്ടന്റെ ശബ്ദം, ജോണി ചേട്ടന്റെ ഹോമിലൊരു ഡയലോഗ്, ഇതൊക്കെ ഫോൺ ബുക്ക് ചെയ്യണോ, മൊബൈൽ റീചാർജ് ചെയ്യണോ, ഗ്യാസ് ബുക്ക് ചെയ്യണോ, എന്താണ് നടക്കും കലവറത്തില് ആ നടക്കും തോന്നില്ല. എടാ ആരും നിന്റെ മോനല്ലടാ, നീ അവരോട് പറയടാ. ഇനി നമ്മുടെ ജാഫർ നമ്മുടെ കുടിയാറ്റി തോന്നുമ്പോൾ ആരോഗ്യം പറഞ്ഞാൽ ചെക്കൻ കാണലെന്ന് പറഞ്ഞ് തലക്കില്ലാതെ നമുക്ക് നോക്കിയേക്കണവേ, നീ അല്ലാതെ നമ്മളെല്ലാം പറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി വരും കാലത്തിൽ എന്നെ ഉപയോഗമുണ്ടാകുന്ന പറഞ്ഞാൽ ഇതിനെ വിളിച്ച് നല്ല കെട്ടിടം ഉണ്ടാക്കാന്ന് പറയാൻ, മറ്റു വരുമാനം ഉണ്ടാക്കാന്ന് പറയാൻ എന്റെ അറിയില്ല. ഭയങ്കര കഴിവുള്ള ആള് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പൂഞ്ഞാറിൻ്റെ ഒരു മുന്നമ്മല്ലായിരുന്നു PC ജോർജ്. അപ്പോൾ പുള്ളിയുടെ ശബ്ദവും ഇതൊക്കെ ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ ഫ്ലവേഴ്സിലെ വീട്ടിൽ ഫുള്ള് കണ്ടറിയാം. പുള്ളിയായിരുന്നു എൻ്റെ ഒരു മാസ്റ്റർ പീസ്. അപ്പോൾ പുള്ളിയുടെ ഒരു പഴയ ടോൾ പ്ലാസം അടിച്ചു തീർത്തിട്ടുണ്ട് പാലേക്കര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ കോളിൽ ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭവം, ശ്രീ PC താങ്കളെ കാണിക്കുന്ന വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അതായത് ഒരു ഞങ്ങൾ യാത്ര ചെയ്യുന്ന പാലക്കര ടോൾ പ്ലാസം പോലുള്ള ടോൾ പ്ലാസങ്ങൾ അടിച്ച് തകർക്കാൻ പാടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വേണ്ടി അദ്ദേഹത്തെ പറയുന്നത്, അതായത് ഒറ്റ കാര്യം ഞാൻ പറയാം. ഞാൻ കോഴിക്കോട്ട് നിന്ന് കോട്ടയത്തേക്ക് വരുവാണ്, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എൻ്റെ സുഹൃത്തിന് ഓടി കാറല്ല വരുന്നത്, മനസ്സിലേക്കോടി. അപ്പോൾ ഓടി ഞാൻ വരുമ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ FLA എന്നുള്ള ബോർഡില്ല, അപ്പോൾ മറ്റേ സ്റ്റിക്കറെ ഞാൻ FLA എഴുതി വെച്ചേക്കുവാണ്. ഈ തെട്ടികളോട് ഞാൻ ദൂരെ നമ്മുടെ പറയാം, എടാ ഞാൻ FLA ആണ്. അപ്പോൾ ഇവിടെ 10-20 ദിവസമുള്ള ബംഗാളി അവൻ നിൽക്കും അവിടെ, എടാ അത് തുറന്നു വിടുക. അപ്പോൾ അവനാണെങ്കിൽ എന്നൊക്കെ വെച്ചൊരു ബാഗ് ബംഗാളി 10-20 വയസ്സുള്ള ഞാൻ പാടേത് കഥകൾ തുറന്നത് ആ ഒറ്റ പള്ളേരോട്ട് ഒറ്റ ഏറായിരുന്നു ആ കത്തി. മനസ്സിലായോ? എനിക്ക് ഒരുത്തരം പേടിക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ അമ്മയോട് ഉണ്ടാക്കി വെച്ചാൽ മതി, ഞാൻ പൂരാറ് കിടന്നു മനസ്സിലായില്ലേ? മെയിനായിട്ട് മാസ്റ്റർ പീസ് എന്തെങ്കിലും ചെയ്യോ? വീട്ടിൽ വഴക്ക് പറയും. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തന്നെ വളരെ ധാരാളമാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അല്ല അനുകരണമൊന്നുമില്ല, നമ്മളിങ്ങനെ സ്കിറ്റൊക്കെ കളിക്കുമ്പോൾ കൂടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുള്ളല്ലാതെ ഇപ്പം ഈ സിനിമ കാണിക്കുന്ന പോലെ തന്നെ അല്ലാതെ സിനിമ കാണിക്കുന്ന മറ്റേ ഇങ്ങനെയൊക്കെ തന്നെ നമ്പറുകളൊക്കെ തന്നെ ഉള്ളതല്ലേ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര, നിങ്ങൾ ഫസ്റ്റ് പടമാണോ? എനിക്ക് ശ്രീലക്ഷ്മി നേരെ ചെയ്തിട്ടുണ്ടല്ലേ, ധനുഷ്. അപ്പൊ ഇങ്ങനത്തെ മിമിക്രി ഒക്കെ ചെയ്യോ? ഇനിയോ ഇവൻ ഇത്ര ധനുഷിനോട് മനുഷ്യന്റെ മക്കളൊന്നും ചെയ്യും. ഇവൻ ഇത്രയും നന്നായിട്ട് ചെയ്തപ്പോ ചെയ്യണില്ല. പിന്നെ കൊള്ളാം, പിന്നെ ഇനി നമ്മൾ ചെയ്യാനോ? കൊള്ളാം, എനിക്ക് മനസ്സിലായില്ല. അല്ല എന്താണ് ഇന്ന് ഈ വേഷത്തിലൊക്കെ ഞാൻ ചോദിക്കണോ? വേറെ ഒന്നും ഇല്ലാത്തോണ്ട് വെള്ളപ്പൊക്കമല്ല, നീന്തി പോന്നാ വീട്ടിൽ. കുട്ടനാട്ടിലൊക്കെ വെള്ളമൊക്കെ ആയി തുടങ്ങിയത്. അതല്ല, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാ ഇങ്ങനത്തെ കൈലികളൊക്കെയാണ്. ഞാൻ ഒറ്റ കളർ കൈലികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. പാൻറ് ഇടുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ എനിക്ക് സന്തോഷമൊക്കെ കുട്ടനാട്ടുകാരനല്ലേ, എപ്പോഴാണ് ഒന്ന് ഉരിഞ്ഞ് തലക്കെട്ട് നീന്തണമെന്ന് തോന്നിയാലേ പാൻറ് ആകുമ്പോൾ സമയം എടുക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഇതല്ലേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു, ഇതുപോലെ തന്നെ ഞാനും അതാണ് അതിൻ്റെ സിമ്പിൾ. ഇതുപോലെ തന്നെ. അപ്പം ഞാനപ്പം ഏകദേശം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഞാനൊരു ചെറിയ സെഗ്മെൻറ്റോടുകൂടി ഇത് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ എല്ലാവരോടും കൂടെ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ പോവാണ്. അതായത് നമ്മൾ ഈ ഒരു സമാധാന പുസ്തകം നമ്മുടെ ഒരു ഇതിന് തന്നെ ഒരു കൗതുകം ലേശം കൂടുതലാണെന്നുള്ളൊരു
സംഭവമാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഈ കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അബദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഫൺ മൊമെന്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഷെയർ ചെയ്യും ഓരോരുത്തരും. വീണ ചേച്ചിയിൽ തുടങ്ങി. എന്നാ പ്രമോദന്റെ പെട്ടെന്ന് ചോദിച്ചാലേ പറയത്തൊക്കെ അങ്ങനെ അത്ര വലിയ കൗതുകം ചേട്ടാ ഉണ്ടാവും. അത് പക്ഷേ ഈ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് വന്നേ. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നോണ്ടേ, അല്ലെങ്കിൽ കാണാതിരിക്കും. ഞാനല്ലേ ആള് ഇഷ്ടം പോലെ കാണും, പക്ഷെ അത് ഓർത്ത് സ്കൂളിലോ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ അതെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് പോയി പെട്ടെന്ന് അബദ്ധമൊക്കെ പറ്റിപ്പോയ സിറ്റുവേഷൻ കാണുമല്ലോ. അല്ല ഈ ഒരു ചെറിയ ഒരു ഇൻസിഡന്റ് പറയാം. അത് ഞാൻ പാലായല്ല നമ്മുടെ കുറവലങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം നാടകങ്ങൾ കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ മത്സരമാണ്, നാടക മത്സരമാണ്. ഭയങ്കര ജനമൊക്കെ വന്നിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, അല്ലാതെ നടക്കുകയല്ല, പേടിച്ചിട്ട് വയ്യ. ആദ്യമൊക്കെ അതെ എത്ര വർഷം മുമ്പാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഒന്ന് അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനുള്ള ഒരു ഇതുണ്ട്. അവിടെ പുതിയതാണ്, അങ്ങോട്ടെല്ലാം പറഞ്ഞു. അവിടെ ബാത്റൂം ഞാൻ ചെന്ന് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഇരുന്ന് കാര്യങ്ങൾ. അപ്പോൾ ആരുമില്ല, ഞാനിങ്ങനെ ഇരിക്കുന്ന ഇടത്തിലേ ഈ പട്ടികയില്ല, ഇങ്ങനെ അവിടെ പട്ടികയുടെ ഫ്രെയിം അടിച്ചൊരു ബാത്റൂമാണ് അതിൻ്റെ കഥക്. അപ്പോൾ അതിലിങ്ങനെ ആണി കൊണ്ട് ഭയങ്കര ആരാണ്ട് ഭയങ്കര നമ്മൾ ചുമ്മാ ഇരിക്കില്ലല്ലോ. അപ്പോൾ പല കാര്യങ്ങൾ ആലോചിച്ചിരുന്ന കൂട്ടത്തിൽ നോക്കുവേ അതിലിങ്ങനെ ആണിക്ക് എഴുതിയിരിക്കുന്നു പുറകിലേക്ക് നോക്കുക എന്ന്. ആണി കൊണ്ട് എഴുതിയിരിക്കുക, ആണിയുടെ തുമ്പിനെ. അപ്പോൾ ക്യൂരിയോസിറ്റിയുടെ പിന്നെ പുറകോട്ട് നോക്കാൻ പോകുന്നു, വേറെ പണിയൊന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വലതുവശത്തേക്ക് നോക്കുക, അതും ആണിക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വലതുവശത്തേക്ക് നോക്കി, വലതുവശത്തേക്ക് അവിടെ എഴുതിയിരിക്കുക ഇടതുവശത്തേക്ക് നോക്കി. അപ്പോൾ 4 ദിക്കും നോക്കി. ഈ സൈഡ് നോക്കിയാൽ പറഞ്ഞ് മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ നമ്മൾ സാധാരണ പട്ടികയല്ലേ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഇത് കഴുക്കോലിൻ്റെ വീതിയുള്ളൊരു സാധനം. അതിൽ എഴുതി വെച്ചിരിക്കും തെക്കോട്ടും വടക്കോട്ടും നോക്കാതെ വന്ന പണിയെടുത്തിട്ട് പോകണം. മതിയാവോ? ഇത് വാക്കിതല്ല എഴുതി വെച്ചിരുന്നത്, ഒരു പൊതുവേദിയായിട്ട് ഞാൻ ആ സമയത്ത് കൂടുതലായി പോയത്. പിന്നെ തീർച്ചയായും നമ്മൾ നോക്കി ആരാണ് നോക്കരുതെന്ന് പറഞ്ഞില്ലേ നമ്മൾ. വലിയ വലിയ ചിന്തകളായിരിക്കും ആ സമയത്ത് പോകുന്നത്. അല്ല നല്ല സാഹിത്യ സൃഷ്ടികളും നല്ല കവിതകളും കഥകളും ഒക്കെ ഉണ്ടായിരിക്കും അവിടെ നിന്നാണ് പറഞ്ഞത്. വെറുതെ എനിക്കൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ. എന്താ കവിതകളൊക്കെ കേൾക്കണം, ഞെട്ടിപ്പോകണം. എനിക്ക് അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്ട് ഓർമ്മ വരുന്നില്ല. പട്ടികയൊക്കെ അടിച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുക. എന്നാ ഞാൻ ചേച്ചിയോടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചേച്ചിക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. അല്ല അല്ലേ, അതായത് ചേച്ചി ബിഗ് ബോസിലൊക്കെ പോയ ആളല്ലേ. അപ്പൊ മുമ്പേ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ സീസൺ ഫിനാലെയൊക്കെ ഇഷ്ടപ്പെട്ടോ? അല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എനിക്ക് ഇഷ്ടമാണ്. കമ്പാരിറ്റീവ്ലി ഈ ഷോ ഈ വട്ടത്തെ എനിക്ക് ഇതിലെ സീസൺ ഫിനാലെ കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഞാൻ പോയിരുന്നു, ചേച്ചി പോയിരുന്നു. നോർമലി പോയ പോലെ തന്നെ അത് പോയി. ഭയങ്കര വലിയ വലിയ സംഭവങ്ങളൊന്നും നടക്കാണ്ട് കുഴപ്പമില്ലാണ്ട് പോയിരിക്കില്ല ഒരു ബിഗ് ബോസ് സീസണായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും അല്ല ഫൺ ഇൻസിഡൻസ്? ഞാൻ ചേച്ചിയോട് സ്പെഷ്യൽ ചോദിച്ചതാണത്. പിള്ളേരല്ലേ ഇതിലും മേലോടൊന്നും പറയാനില്ലല്ലേ? അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയും? അല്ലേ, സത്യല്ലേ പറഞ്ഞേട്ടാ? അല്ലേ അല്ലേ കിങ് ഓഫ് കൊത്താന്നൊക്കെ പറഞ്ഞ കിങ് ഓഫ് രാജ. പാവപ്പെട്ടവരാണ് ജീവിതം നോക്കട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ പടം എന്നാ ചേട്ടാ റിലീസ്? ജൂലൈയിലല്ലേ? ജൂലൈ 19 നമ്മുടെ സമാധാന പുസ്തകം റിലീസാണ്. അപ്പൊ എല്ലാരും പോയി കാണുമോ. ഒരു നല്ലൊരു എന്റർടൈനർ ആയിരിക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ മൂവി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.